discuss about the properties of Laplace transform. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ എക്സിസ്റ്റൻസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഒരു റിമാർക്ക് ഉണ്ട്. നമ്മൾ എക്സിസ്റ്റൻസ് എങ്ങനെയാണ് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ഒരു ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഇവിടെ റിമാർക്ക് ഇതാണ്: if function f is said to be of exponential order if there exist constants k, capital M greater than 0 and capital K greater than 0 such that mod f of t less than or equal to m into e power kt for all t greater than capital K. This is small k. Hence, the sufficient condition for existence can be stated as if f of t is piecewise continuous in the interval closed to 0, open infinity, and of exponential order, the Laplace transform of f of t exists for all t greater than k. എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ്പെണൻഷ്യൽ ഓർഡറിലാണ് ഉള്ളതെന്ന് പറയണമെങ്കിൽ അവിടെ 3 കോൺസ്റ്റൻസ് ഉണ്ടാവണം. കെ, എം, ക്യാപിറ്റൽ കെ, എമ്മും കെയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഈക്വൽ ടു എം ഇൻറ്റു ഇ പവർ കെ ടി. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എക്സ്പെണൻഷ്യൽ ഓർഡർ, എഫ് എന്ന് പറയുന്നത് എക്സ്പെണൻഷ്യൽ ഓർഡറിലാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് എക്സിസ്റ്റൻസിന്റെ കേസിന് നമുക്ക് ചുരുക്കി പറയാലോ, ഈ കണ്ടീഷൻ പറയാതെ എക്സ്പൊണൻഷ്യൽ ഓർഡറിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മതി ആ കണ്ടീഷന്, അല്ലേ? അപ്പോൾ നമുക്കതിന് നമ്മൾ എന്ത് ചെയ്യും, എക്സിസ്റ്റൻസ് കണ്ടീഷൻ, സഫിഷ്യന്റ് കണ്ടീഷൻ നമ്മളൊന്ന് ചുരുക്കി പറയാണ്. ഇഫ് എഫ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഇൻ ദ ഇന്റർവെൽ ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി ആൻഡ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഓർഡർ. അപ്പോൾ ഈ കണ്ടീഷൻ പറയുന്നതിന് പകരമാണ് അതിന് എക്സ്പൊണൻഷ്യൽ ഓർഡർ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഓർഡർ ആണ്. എക്സ്പൊണൻഷ്യൽ ഓർഡർ എന്താന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ എക്സ്പൊണൻഷ്യൽ ഓർഡറിലുള്ളതാണെന്ന് പറയും. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഓർഡറിലും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യും ഫോർ ടി ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ ആ കണ്ടീഷൻ നമ്മളൊന്ന് ചുരുക്കി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്താലും കുഴപ്പമില്ല, എക്സിസ്റ്റൻസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്തിട്ട് ഈ കണ്ടീഷൻ എന്താണെന്നും കൂടെ പറയണം. അപ്പോൾ ഇത്രയുള്ള റിമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഓർഡർ എന്താണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് തിയറം ആണ് തിയറം 4, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ടിന്റെ ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് കാണാം, എന്നിട്ട് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. എഫ് ഡാഷ് ഓഫ് ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ തിയറി ഇതാണ്: സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എഫ് ഡാഷ് ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് on every finite interval in the range t greater than or equal to 0. Suppose further that there exist real constants k, capital M and k such that mod f of t less than or equal to m into e power kt for all t greater than or equal to k, capital K ആണ്. Then the Laplace transform of f dash of t exists when s greater than k and Laplace transform of f dash of t equal to s into Laplace transform of f minus f of 0. അപ്പോൾ ഇത്രയും കണ്ടീഷൻ നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ അതേ കണ്ടീഷൻസ് ആണ്. പിന്നെ എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അതാണ് ഓരോ വ്യത്യാസം. എഫ് കണ്ടിന്യൂസ് ആവണം, എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആവണം. അപ്പൊ എക്സിസ്റ്റൻസിൽ എഫ് ആണ് പീസ് വൈസ് കണ്ടിന്യൂസ് ആവേണ്ടത്. അപ്പൊ ഇവിടെ എഫ് കണ്ടിന്യൂസും എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസും ആവണം. അതുപോരാതെ ഈ എക്സ്പൊണൻഷ്യൽ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം.
കാരണം ഏത് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷൻ ആണ് പീസ് വൈസ് കണ്ടിന്യൂസ് ആവേണ്ടത് അല്ലെ. ഇവിടെ എഫ് ഡാഷിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്, അപ്പൊ അത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്, എഫ് കണ്ടിന്യൂസ് ആണ്. പിന്നെ എഫ് ഗ്രേറ്റർ ദാൻ കെ ആവുമ്പോൾ അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് മൈനസ് എഫ് ഓഫ് 0. ഫംഗ്ഷൻ വാല്യൂ അറ്റ് 0. എസ് എന്ന് പറയുന്നത് നമുക്കറിയാം വേരിയബിൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എസിന്റെ ഫംഗ്ഷൻ ആയിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് പ്രൂവ് ചെയ്താലും നോക്കാം. നമ്മൾ പ്രൂഫ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി, ബൈ ഡെഫിനിഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ 0 to infinity e raised to minus st into f dash of t dt which is equal to, നമ്മൾ ഈ ഇന്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ആയിട്ട് എഴുതാം. ഒരു പ്രോപ്പർ ഇന്റഗ്രലിന്റെ ലിമിറ്റ് ആയിട്ട് എഴുതാൻ പോകണം. അപ്പൊ ലിമിറ്റ് a tends to infinity integral 0 to e raised to minus st into f dash of t dt. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ a ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും അല്ലെ. അതല്ല നമ്മൾ ഇങ്ങനെയാണ് ഈ ഇംപ്രോപ്പർ ഇന്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഈ എഫ് ഡാഷ് എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ആയാൽ മതി അല്ലെ. അപ്പൊ എഫ് ഡാഷിന് കുറച്ച് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ ഇന്റർവെലിനിടയിൽ ഇപ്പൊ 0 to a എന്ന് പറഞ്ഞ ഇന്റർവെലിനിടയിൽ എഫ് ഡാഷിന് കുറച്ച് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റുകളിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് വാല്യൂസ് കൊടുത്ത് ഡിനോട്ട് ചെയ്യുക. ഇഫ് എഫ് ഡാഷ് ഹാസ് point of discontinuity in the interval 0 less than or equal to t less than or equal to a. അപ്പോൾ ഈ ഇന്റർവെല്ലിൽ കുറച്ച് പോയിന്റിൽ നമ്മുടെ എഫ് ഡാഷ് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ലെറ്റ് ദം ബി, ആ പോയിന്റുകളെ നമ്മൾ ലെറ്റ് ദം ബി t1, let them be denoted by t1, t2, t1, t2, etc. tn. by n ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. n എന്ത് വേണമെങ്കിലാവാം. then we can write integral 0 to a, ഈ വാല്യൂവിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. e raised to minus st into f dash of t dt equal to, ഇതിനെ നമ്മളിപ്പോൾ ഇത് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തല്ലോ ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട്. ഇത് ഓർഡറിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ 0 to a നെ നമ്മളിങ്ങനെ പോയിന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ 0 to ഫസ്റ്റത്തെ t1 e raised to minus st f dash of t dt plus integral t1 to t2 e raised to minus st f dash of t dt plus etc. plus integral tn to a e raised to minus st f dash of t dt. അപ്പോൾ ഇനി ഓരോ ഇന്റഗ്രലിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പം ഇവിടെ ഇത്രയും ഇന്റഗ്രൽസ് ഉണ്ട്, നമ്മളതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോവാം. വിച്ച് ഈസ് ഈക്വൽ ടു e raised to minus st into f of t dt ന്റെ ഇന്റഗ്രൽ എന്താ? അപ്പോൾ നമ്മളിവിടെ യു വി മെത്തേഡ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ e raised to minus st ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ടി 0 to t1 മൈനസ് ഇൻ്റഗ്രൽ 0 to t1 e raised to minus st ഇൻറ്റു ഡെറിവേറ്റീവ്. അപ്പോൾ എന്താ പറയുക, e raised to minus st ഇൻറ്റു മൈനസ് എസ്. മൈനസ് എസ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആക്കിയിട്ട് ഇവിടെ എസ് ആക്കി. എസ് കോൺസ്റ്റൻ്റ് ആണല്ലോ, അതിനെ ഞാൻ പുറത്തോട്ട് എടുത്തു എസ്. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ആകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ e raised to minus st ഇൻറ്റു എഫ് ഓഫ് ടി, ഇത് 0 to t1 to t2 മൈനസ് e raised to minus st ന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ പ്ലസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ t1 to t2. ഇതേപോലെ തന്നെ സെയിം ഫംഗ്ഷനാണ്, ലിമിറ്റ് മാത്രം മാറ്റമുള്ളൂ. e raised to minus st f dash of t ന്റെ ഇൻ്റഗ്രേഷൻ f of t dt പ്ലസ് എക്സെട്ര. അപ്പോൾ നോക്കി എല്ലാത്തിലും ഇവിടെ എസ് കോമൺ ആണ്, ഈ ഫംഗ്ഷന് കോമൺ ആണ്, ലിമിറ്റുകൾ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. പ്ലസ് എക്സെട്ര. ലാസ്റ്റത്തെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ലാസ്റ്റത്തെ ഫംഗ്ഷൻ എന്ത് വരും, പ്ലസ് e raised to minus st ഇൻറ്റു എഫ് ഓഫ് ടി tn to a പ്ലസ് s into integral tn to a e raised to minus st f of t dt. അപ്പോൾ ഇതിൽ ഈ ഇൻ്റഗ്രലിൻ്റെ പാർട്സ് വരുന്നതൊക്കെ എല്ലാം ഒരുമിച്ച് എടുക്കുക. അതുപോലെ ഫസ്റ്റത്തെ ലിമിറ്റ് വരുന്നതെല്ലാം ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. Which is equal to e raised to minus st f of t 0 to t1 plus e raised to minus st f of t t1 to t2 plus etc. plus e raised to minus st f of t tn to a plus എസ് എല്ലായിടത്തും കോമൺ, അത് ഞാൻ ഒരുമിച്ചെടുത്തു. ബാക്കി ഇൻ്റഗ്രൽ 0 to t1 e raised to minus st ഇൻറ്റു f of t dt പ്ലസ് ഇൻ്റഗ്രൽ t1 to t2 e raised to minus st ഇൻറ്റു f of t dt പ്ലസ് എക്സെട്ര plus integral tn to a raised to minus st into f of t dt. So, by integrating each terms by parts, method of partial fraction വെച്ചിട്ട് നമ്മൾ ചെയ്ത ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റിംഗ് ഈച്ച് ടേം ബൈ പാർട്സ് ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇവിടുത്തേനൊക്കെ ലിമിറ്റ് കൊടുക്കുക. താഴത്തെ ഇൻ്റഗ്രേഷൻ അങ്ങനെ തന്നെ ഇരുന്നുണ്ട്. ഇവിടുത്തെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ടിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ e raised to minus st1 f of t1 മൈനസ് ടിക്ക് 0 കൊടുക്കുക. e raised to 0 1 കിട്ടി. പിന്നെ f of 0 അല്ല, പ്ലസ് ഇവിടെ t2 കൊടുക്കുമ്പോൾ e raised to minus st2 f of t2 minus f of t1 plus etc. plus e raised to minus സ്റ്റക്ക് പകരം നമ്മൾ a ആണ് കൊടുക്കുന്നത്.
e raised to minus sa f of a minus f of tn plus s into ഇന്റഗ്രൽ ഉള്ളിലുള്ള പോർഷനെ നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നത് ഇന്റഗ്രൽ 0 to t1 ഇന്റഗ്രൽ t1 to t2 എങ്ങനെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം ഇന്റഗ്രലാണല്ലോ അപ്പോൾ ഇന്റഗ്രൽ ആവുമ്പോൾ ഇത് t1 0 to t1 ആണ് t1 to t2 ആണ് അങ്ങനെ എക്സെട്ര tn to a വരെ അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ചുരുക്കിയിട്ട് ഇന്റഗ്രൽ 0 to a വരെയുള്ളതാണ് ഇത് കണ്ടിന്യൂസ് പോയിന്റ്സ് ആണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ 0 to a e raised to minus st f of t dt എന്ന് എഴുതാം ഇതിന് ഈ ഇന്റഗ്രലിനെ മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും അപ്പോൾ ഇതിൽ ക്യാൻസൽ ആക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ക്യാൻസൽ ആക്കി എടുക്കാം മൊത്തത്തിൽ എന്ത് ലാസ്റ്റ് എന്ത് വരും നോക്കാം അപ്പോൾ ഇവിടെ നോക്കി e raised to minus st1 f of t1 plus e raised to minus st2 f of t2 ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ e raised to minus st കൂടെ ഉണ്ട് കേട്ടോ e raised to minus st അപ്പോൾ ഇവിടെ t എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അതിൽ പോയി അടുത്തതിലൊക്കെ ഉണ്ട് ഇവിടെ എന്താ e raised to minus e raised to minus st1 f of t1 ഇവിടെ ഉണ്ടല്ലോ അതുപോലെ ഇവിടെ e raised to minus s tn f of tn ആണുള്ളത് ഇവിടെ 0 ആയതുകൊണ്ട് അത് ഇല്ലാതെ f of 0 മാത്രമായി അപ്പോൾ ഇനി നമുക്ക് നോക്കിയേ ഇവിടെ e raised to minus st1 f of t1 ഉണ്ട് ഇവിടെ മൈനസ് അതിൻ്റെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആവും അതുപോലെ ഇത് ഈ പോസിറ്റീവ് ഉള്ളത് അടുത്ത ഇതിൽ വരുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും അപ്പോൾ അതും പോവും അങ്ങനെ ലാസ്റ്റത്തെ ഈ ടി എന്നിൻ്റെ വരെ പോവും ബാക്കി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാവുക ഇതും എഫ് ഓഫ് 0 മാത്രം അല്ലേ പിന്നെ ഇതും കൂടെ ഉണ്ടാവും പ്ലസ് അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം ലാസ്റ്റ് ഉള്ള വാല്യൂസ് മാത്രമേ എഴുതാം അപ്പോൾ ബാക്കിയുള്ളത് e raised to minus sa e raised to minus sa into f of a minus f of 0 plus s into integral 0 to a e raised to minus st f of t dt അപ്പോൾ ഇത്രയും ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ക്യാൻസൽ ആയിപ്പോയി ഇനി ആസ് a tends to infinity ആസ് a tends to infinity ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ a എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് അപ്പോൾ a ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ e raised to minus sa f of a അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും a ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ e raised to minus infinity എന്ത് വരും 0 വരും അല്ലേ അപ്പോൾ ആസ് a tends to infinity e raised to minus sa f of a tends to 0 whenever s greater than small k hence from equation 1 അപ്പോൾ equation 1 ൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടുണ്ട് hence from equation 1 we obtain for s greater than a Laplace transform of f dash of t equal to limit a tends to infinity e raised to minus sa f of a minus f of 0 plus s into integral 0 to a e power minus st f of t dt. പിന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യാം which is equal to
എ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തപ്പോൾ e power minus s a f of a 0 ടെൻഡ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 0 മൈനസ് f of 0 പ്ലസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തു, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e power minus s t f of t dt, which is equal to ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് എഴുതാൻ പോവാണ്. അപ്പോൾ എസ് ഇൻറ്റു ഇതെന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി അല്ലേ, എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 എന്ന് എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറം. ഇതാണോ, ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നതാണ് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0.